ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ നിസാൻ ടെക്ട്രോണിന്റെ ബേസ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആയിട്ടുള്ള അസെൻഡ വേരിയന്റ് ആണിത്. അസെൻഡ DCT ഓട്ടോമാറ്റിക്. ഇത് നമ്മളുടെ 1.3 ടർബോ പെട്രോൾ എഞ്ചിനിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു ടെക്ട്രോൺ വാങ്ങണം, അതിനകത്തൊരു ഓട്ടോമാറ്റിക് വേണം, ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മതി, നിങ്ങൾ അത്യാവശ്യം ആക്സസറീസ് പുറത്തുനിന്ന് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ വേരിയന്റ് കൺസിഡർ ചെയ്യാം. ഇതായിരിക്കും ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഈ വേരിയന്റും വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള എൻ കണക്ടർ വേരിയന്റ് ആയിട്ട് എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ നിസാൻ ടെക്ട്രോണിന്റെ ഓട്ടോമാറ്റിക് ബേസ് വേരിയന്റ് എന്ന് വിളിക്കാവുന്ന അസെൻഡ DCT ഓട്ടോമാറ്റിക് ആണിത്. ഈ വാഹനം നിങ്ങൾക്കറിയാം 1.3 ടർബോ പെട്രോൾ എഞ്ചിനിലാണ് വരുന്നത്. 280 Nm ടോർക്കാണ് ഈ വാഹനത്തിനുള്ളത്. അതുകൊണ്ട് T280 എന്നാണ് ഈ വാഹനത്തിന്റെ വശങ്ങളിലെ ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇത് സെക്കൻഡ് വേരിയന്റ് ആണ്. ഇതിൽ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് നമുക്ക് തരുന്നത്. നിങ്ങളൊരു ടെക്ട്രോൺ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ വാഹനം എടുത്തിട്ട് അത്യാവശ്യം ആക്സസറി ചെയ്യാനുള്ളൊരു പ്ലാനാണ് എങ്കിൽ, അതും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ഓട്ടോമാറ്റിക് ടെക്ട്രോൺ ആണ് വേണ്ടത് എങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റ് ഈ കാണുന്ന അസെൻഡ വേരിയന്റ് ആണ്. ഇപ്പോൾ എക്സ്റ്റീരിയറിന്റെ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് DRL വരുന്നില്ല, ഫ്രണ്ടിൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല, പിന്നെ സൺറൂഫ് വരുന്നില്ല. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്രോം ഇൻസേർട്ടിനകത്ത് ഇവിടെ ഒരു റെഡ് ലൈൻസ് ഉണ്ട്. അത് നമുക്ക് ഷോറൂമിൽ നിന്നില്ല എങ്കിലും പുറത്തുനിന്നാണെങ്കിലും നമുക്ക് സ്റ്റിക്കറിംഗ് വർക്കായിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയന്റ് ഓട്ടോമാറ്റിക് കൺസിഡർ ചെയ്യുന്നവർക്ക് സൺറൂഫ് പോലെയുള്ള ഫാൻസി ഫീച്ചേഴ്സ് വേണ്ട എങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വേരിയന്റ് ആണ് ഈ സെക്കൻഡ് വേരിയന്റ്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ്. ഒരു ബേബി നിസാൻ പാട്രോൾ ഡിസൈൻ എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ഈ വേരിയന്റിൽ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ DRL ആണെങ്കിലും നമുക്ക് ആ ഒരു C ഷേപ്പ് DRL കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിനോട് ചേർന്ന് നമുക്ക് ഫുൾ LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ആ ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഈ വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ്. നമുക്കിവിടെ ഒരു ക്രോം ലൈൻസ് പോകുന്നത് കാണാം. മറ്റ് വേരിയന്റുകൾക്ക് പോകുമ്പോൾ ഇവിടെ ഒരു റെഡ് ഇൻസൈറ്റ് കാണാം. അതില്ലെങ്കിൽ നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്രണ്ടിൽ നിസാന്റെ ലോഗോ കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ ടെക്ട്രോൺ എന്ന് പറഞ്ഞ ലെറ്ററിംഗ് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വേരിയന്റിൽ മിസ്സിംഗ് ആയിട്ട് വരുന്ന ഫോഗ് ലൈറ്റ് ആണ്. ഇപ്പോൾ ബമ്പറിന്റെ പോർഷൻസിലെല്ലാം നമുക്ക് ആ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഈ ടോപ്പ് പോർഷൻ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലും താഴേക്ക് വരുമ്പോൾ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. 212 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയോ ഒരു നിസാൻ പാട്രോൾ ഛായ ഈ വാഹനത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള വൈപ്പേഴ്സ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. ADAS പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് ടെക്ട്രോൺ നമുക്ക് ഫീൽ ചെയ്യുക. ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് 4349 2657 mm വീൽ ബേസും ഈ വാഹനത്തിന് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇന്റീരിയർ സ്പേസ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. പിന്നെ വശക്കാഴ്ചയിൽ നമുക്കിതൊരു സെക്കൻഡ് വേരിയന്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതിനുള്ള പ്രധാന കാരണം ഈ വീൽ കപ്പുകളാണ്. നിസാന് കുറച്ചും കൂടി ഭംഗിയുള്ള വീൽ കപ്പ് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു എന്താ പറയുക, ആഫ്റ്റർ മാർക്കറ്റ് വീൽ കപ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നടുക്ക് നിസാന്റെ ലോഗോ കാണാം. ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. 225 60R 17 ആണ് ടയർ സൈസ് വരുന്നത്. അതായത് ബേസ് വേരിയന്റിലും ഈ സെക്കൻഡ് വേരിയന്റ് ടെക്ന വേരിയന്റിലും നമുക്ക് 17 ഇഞ്ച് വീൽസും എൻ കണക്ടർ വേരിയന്റ് ഓൺവേർഡ്സ് 18 ഇഞ്ച് വീൽസുമാണ് വരുന്നത്. വശങ്ങളിൽ നമുക്ക് ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വേരിയന്റൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും നല്ലൊരു 17 ഇഞ്ചിന്റെ അടിപൊളി അലോയ്സ് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ T280 എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിൽ താഴെയായിട്ട് നമുക്ക് ബ്ലാക്ക് ക്ലാഡിങ്ങുകൾ പോകുന്നത് കാണാം. നമുക്ക് വേറെ സിൽവർ ഇൻസൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് അത് കൊടുത്തിരിക്കുന്നത്. കീലെസ് എൻട്രി ഇക്കോ സെൻസർ പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇതാണ് കീ കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ 2 ഫ്ലിപ്പ് കീസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. റിക്കോ സെൻസറോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസുകളാണ്. നമുക്ക് B പില്ലറും C പില്ലറും ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാം. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സൺറൂഫ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. ബാക്കിലൊരു ഷാർഫിൻ ആന്റിന കാണാം. ഇതിനകത്ത് ഡു നോട്ട് ക്യാരി ലോഡ്സ് എന്നും പറഞ്ഞ് നമുക്കിവിടെ ഒരു ബാഡ്ജിങ്ങും കാണാനായിട്ട് പറ്റും.
അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ നിന്ന് ലോങ്ങിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അലോയ്സ് പോലെ തോന്നുന്ന ഒരു വീൽ കപ്പുകൾ എന്ന് പറയാം. പക്ഷേ അതിലും നല്ലതൊരു അലോയ് വീൽ ആക്സസറി ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് ബാക്കിലെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ആണ്. ഈ വേരിയൻറ്റിലെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്, അത് ആ ഒരു സി ഷേപ്പിൽ തന്നെ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാണാം. അത് ഈ പോർഷനിൽ ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റും ഫംഗ്ഷൻ ചെയ്യും. ഇവിടെയാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഡേ ടൈമിലൊക്കെ നോക്കുമ്പോൾ ആ ഒരു ലുക്ക് തന്നെയാണ് ലഭിക്കുന്നത്. റിഫ്ലക്റ്റേഴ്സ് മാത്രമാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ടോപ്പിൽ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ടെക്ടോൺ എന്ന് പറഞ്ഞ വലിയൊരു ബാഡ്ജും കാണാം. ഒരു റിവേഴ്സ് ക്യാമറയും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിൽ ബാക്കിൽ ബെമ്പർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അവിടെ നമുക്ക് ആ ഒരു സി ഷേപ്പ് ഡിസൈൻ കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സാണ് ഈ സെക്കൻഡ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ടൈൽ ഗേറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. പാഴ്സൽ ട്രേയും ഈ വേരിയൻറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ പാഴ്സൽ ട്രേ ഇല്ല എങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 700 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. പാഴ്സൽ ട്രേ ഉണ്ടെങ്കിൽ പാഴ്സൽ ട്രേയുടെ അടിയിലേക്ക് മാത്രമായിട്ട് 518 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസുമാണ് ഈ വാഹനത്തിൽ വരുന്നത്. ബാക്കിലേക്ക് ഒരു ബൂട്ട് ലൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, 60-40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീല് നമുക്ക് ഈ വേരിയൻറ്റിലും വരുന്നുണ്ട്. അതായത് ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് സ്പെയർ വീല് അവൈലബിൾ ആണ്. അതും നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. കാരണം നമ്മളുടെ റെനോ ഡസ്റ്ററിൽ സ്പെയർ വീൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓട്ടോ ടെയിൽ ഗേറ്റ് എന്താണെങ്കിലും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഹെവി ആയിട്ടുള്ള വാഹനമാണ്. ടെയിൽ ഗേറ്റ് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ശരിക്കും ഇൻറ്റീരിയറിൽ വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ സിൽവർ, ഇവിടെ ഒരു ഫാബ്രിക് ഫിനിഷ് കൊടുത്തിരിക്കുന്ന സോഫ്റ്റ് ടച്ച്, ഇവിടെ നമുക്കൊരു ലെതറിറ്റ്സ് സോഫ്റ്റ് ടച്ച് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. 4 വീലും ഓട്ടോ അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷനാണ്. മിറർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഡോർ ഹാൻഡിൽസിൻ്റെ അവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. സ്പീക്കർ ഗില്ല് വരുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതും ആ ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ ഓട്ടോ ഹോൾഡിൻ്റെയും ഓട്ടോ പാർക്ക് ബ്രേക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഓപ്ഷൻ, ഈക്കോ മോഡിൻ്റെ ഒരു ബട്ടൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ടെക്ടോൺ അസൻഡ ബേസ് ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ബേസ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണെന്നൊന്നും ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ടോപ്പ് ആൻഡ് ആയിട്ട് മിസ്സിംഗ് ആയിട്ട് വരുന്ന സംഭവം നമുക്ക് ഈ ഒരു ഓട്ടോ AC-യുടെയും ഈ വലിയ സെൻറ്റർ കൺസോളുമാണ്. മറ്റെല്ലാ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ബ്ലാക്ക് കളർ ഇൻറ്റീരിയർ തന്നെയാണ്. അതിനകത്ത് നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. നടുക്ക ഒരു സിൽവർ ലൈൻ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് സെൻറ്റർ കൺസോളിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡബിൾ ഡീക്കട്ട് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ റാപ്ഡ് ഒന്നുമില്ല, നോർമൽ സ്റ്റിയറിംഗ് ആണ്. അത് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ടോപ്പ് എൻഡിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കിട്ടുന്നുണ്ട്. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വലതുവശത്തായിട്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും മ്യൂസിക്കിൻ്റെ കൺട്രോൾസുമാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ കൺട്രോൾസുമാണ് കൊടുത്തിരിക്കുന്നത്. മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് ഇവിടെ താഴെയായിട്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലാണ് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് വരുന്നത്. എന്താണെങ്കിലും നല്ല വലിപ്പമുള്ള വലിയ സ്റ്റിയറിംഗ് വീല് തന്നെയാണ്. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇത് DCT ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് ഇതിനകത്ത് കാണാം. പ്ലസ് ആൻഡ് മൈനസ് എന്ന് പറഞ്ഞ ഇൻഡിക്കേഷൻ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഈ വേരിയൻറ്റ് തൊട്ടേ അവൈലബിൾ ആണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 7 ഇഞ്ചിൻ്റെ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം എല്ലാം നല്ല റീഡബിളായിട്ട് കൊടുത്തിരിക്കുന്നു. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മുടെ ഈ സ്റ്റിയറിംഗ് വീലിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അതിൻ്റെ ആ ഒരു ലേഔട്ട് ചേഞ്ച് ചെയ്യാനും അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വശങ്ങളിലായിട്ടുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള മറ്റ് ഇൻഫർമേഷൻ, നാവിഗേഷൻ്റെ ഇൻഫർമേഷൻസ്, ഈക്കോ മോണിറ്റർ, TPMS, പിന്നെ ഡിസ്റ്റൻസ്, എത്ര കിലോമീറ്റർ ഓടി, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. അതെന്താണെങ്കിലും ഫുള്ളി ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനായിട്ടാണ്
വരുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളിലും കാണുന്ന സിമിലർ സ്ക്രീൻ തന്നെയാണ്. 10.1 ഇഞ്ചിൻ്റെ സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ടോപ്പിൽ അതിൻ്റെ ഫിസിക്കൽ കൺട്രോൾസ് കാണാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ്, നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനാണ്. ഇതിനകത്ത് ഗൂഗിൾ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയൊക്കെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം ആൻഡ്രോയിഡ് കണക്ട് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമുക്ക് അഡാസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് വരുന്നില്ല ബേസിക്കലി. അങ്ങനെ എന്നാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉള്ള അത്യാവശ്യം നല്ലൊരു സ്ക്രീനാണ് വരുന്നത്. അതിനകത്തൊരു ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാഹനം പാർക്കിൽ അതെ റിവേഴ്സ് ക്യാമറയുടെ ക്ലാരിറ്റി നോക്കുകയാണെങ്കിൽ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ എന്ന് പറയാൻ പറ്റുള്ളൂ. ഫുൾ ക്ലാരിറ്റി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഒരു ഫീച്ചർ നമുക്ക് വശങ്ങളിലായിട്ട് കാണാം. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ AC-യുടെ ആ ഒരു വിൻഡോ കാണാം. അതിനകത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ഒരു ഓപ്ഷനും നമ്മളുടെ ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഒരു ഓപ്ഷനുമാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് മാനുവൽ AC കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഇതും കൂടി ഓട്ടോമാറ്റിക് ആക്കിയിരുന്നെങ്കിൽ ഇതൊരു പക്ക വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയേനെ. അതിന് താഴെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം. 2 Type-C ചാർജിംഗ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒന്നുമില്ല. അതിനോട് ചേർന്ന് നമ്മുടെ ചെറിയ 6 സ്പീഡ് DCTയുടെ ഗിയർ ലിവർ കാണാം. അത് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഗിയർ ലിവർ എന്ന് പറയാം. അതിനകത്ത് ഡയറക്റ്റ്ലി പാർക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. സെൻറ്ററിൽ വേറെ കൺട്രോൾസോ പാർക്ക് ബ്രേക്കോ സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് കംപ്ലീറ്റ്ലി നമുക്ക് ഈ വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ പാർക്ക് ബ്രേക്കാണ്, ഓട്ടോ ഹോൾഡിൻ്റെ ഫീച്ചർ നമുക്ക് ഇവിടെയാണ് വരുന്നത്. അത് ഓട്ടോമാറ്റിക് നമ്മൾ വാഹനം പാർക്കിലേക്ക് ഇടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻഗേജ്ഡ് ആവുന്നുണ്ട്. പാർക്ക് ബ്രേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എൻഗേജ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി സെൻറ്ററിൽ നമുക്കൊരു ഹാം റെസ്റ്റ് വരുന്നുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അതിനകത്തുണ്ട്. അതിന് ടോപ്പിൽ ലെതർ ഫിനിഷ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സൈഡ് പോസ്റ്റിങ്ങോടൊക്കെ കൂടിയ സീറ്റുകളാണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ക്വാർട്ടർ റിവേഴ്സുകൾ, സൺവൈസസ് മാത്രമേ ഉള്ളൂ. മിറർ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ്. നമുക്ക് ഒരു ടച്ച് കൺട്രോളോടുള്ള LED നമ്മളുടെ റീഡിംഗ് ലൈറ്റുകൾ ഫ്രണ്ടിൽ കാണാനായിട്ട് പറ്റും. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീപ്പായിട്ടൊരു ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് ലൈറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടെക്ടോണിൻ്റെ ഇൻറ്റീരിയർ. അതായത് സെക്കൻഡ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ. എന്താണെങ്കിലും സെക്കൻഡ് വേരിയൻ്റ് ആണ് എങ്കിലും കാണാൻ ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് അത്യാവശ്യം ഫീച്ചർ ലോഡഡായിട്ടും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുമ്പോൾ നമുക്കൊരു 70 ഡിഗ്രിയിൽ അല്ല ഓൾമോസ്റ്റ് 80 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡിൽ നമുക്ക് ഇവിടെ എല്ലാം ഒരു ലെതറിഡ് ഫിനിഷ് കാണാം. പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരുന്നു. ഇവിടെ നമുക്കൊരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് AC വെൻസി വേരിയൻറ്റിൽ വരുന്നുണ്ട്. പക്ഷേ ചാർജിങ് പോർട്ട് കാര്യങ്ങളെല്ലാം മിസ്സിംഗ് ആണ്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ പാസഞ്ചറിനും ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് സെൻറ്ററിലൊരു ആം റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ, ഒരു മൊബൈൽ ഹോൾഡർ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. സീറ്റിൻ്റെ ബാക്കിലുള്ള സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്റർ ടണൽ വരുന്നുണ്ട്. അതുകൊണ്ട് തേർഡ് പാസഞ്ചർ ഇരിക്കുന്ന ആൾ, അതായത് നടുക്കിരിക്കുന്ന ആൾ ഒരു കാലിവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടതായിട്ട് വരും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. പാഴ്സൽ ട്രേ വരുന്നില്ല, നിങ്ങൾ ആക്സസറി ആയിട്ട് ചെയ്യേണ്ടത് വരും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടച്ചിൽ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ 2 വശത്തും വരുന്നതിന് അതിന് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെക്ടോണിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാറും ടെക്ടോണാണ്. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വേരിയൻ്റ് ഓൺവേർഡ്സ് നമ്മളുടെ 1.3 ടർബോ പെട്രോൾ അവൈലബിൾ ആണ് വിത്ത് 6 സ്പീഡ് DCT ഗിയർ ബോക്സ് മാത്രം. ഈ വേരിയൻറ്റിൽ നമുക്ക് മാനുവൽ അവൈലബിൾ അല്ല. 163 PS-ൻ്റെ പവറും അതായത് 160 HP-യുടെ പവറും 280 Nm ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സെഗ്മെൻറ്റിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു കാർ എന്ന് പറയാം. പിന്നെ ഇത് 6 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ്. ഇതിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത് 18 ആണ്. റിയൽ ലൈഫിലൊരു 13നും 14നും ഇടയ്ക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ വേരിയൻറ്റിൽ മാനുവൽ നോക്കുന്നവർക്ക് നമ്മുടെ 1 ലിറ്റർ ടർബോ പെട്രോൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. 3 സിലിണ്ടർ ആണ്. നമ്മൾ 100 PS-ൻ്റെ പവറും 166 Nm ടോർക്കുമാണ് വിത്ത് 6 സ്പീഡ് മാനുവൽ മാത്രം. 19.4 കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. റിയൽ ലൈഫിലൊരു 14-15 അല്ലെങ്കിൽ 16 വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ അവിടെയാണ് ഹൈലൈറ്റ്. കാരണം
ഈ ഒരു വേരിയൻറ്റ് നിങ്ങൾക്ക് 15 ലക്ഷമാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. 14,99. ടാക്സ് ബെനിഫിറ്റ് കിട്ടാനാണ് അങ്ങനെ ഒരു പ്രൈസ് വെച്ചിരിക്കുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 18,30,000 രൂപ. അതായത് ഒരു ടെക്ടോൺ വേണം, ഓട്ടോമാറ്റിക് വേണം, ആക്സസറീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ബേസ് വേരിയൻറ്റ് ഇതാണ്. ഈ വേരിയൻ്റ് ഓൺവേർഡ്സ് ആണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മാനുവൽ ആണ് എങ്കിൽ അത് നമ്മുടെ 1 ലിറ്റർ വേരിയൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത് 14,41. അതായത് മാനുവലും പെട്രോളും തമ്മിൽ ഏകദേശം 3.5 ലക്ഷം രൂപയുടെ അടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. 3 ലക്ഷം രൂപയുടെ അടുത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വിസിയ വേരിയൻ്റ് ഉണ്ട്. ആ വാഹനത്തിന് 10,49 എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 12,83. വിസിയ പ്ലസ് എന്നും പറഞ്ഞ് വിസിയയുടെ ചെറിയൊരു അപ്ഡേറ്റഡ് വേരിയൻറ്റ് വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് ആഡ് ഓൺ ചെയ്തിട്ട് വരുന്ന ഒരു വേരിയൻറ്റ് 13,62 ആ വാഹനത്തിന് പ്രൈസ് വരുന്നത്. പിന്നെ വരുന്നതാണ് നമ്മൾ ഈ കാണുന്ന അസൻഡ വേരിയൻറ്റ്. പിന്നെ ഇതിന് മുകളിൽ നിൽക്കുന്ന വേരിയൻ്റാണ് എൻ കണക്റ്റ വേരിയൻ്റ് ആണ് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ കണക്റ്റ വേരിയൻറ്റിൻ്റെയാണ്. അപ്പോൾ ആ വാഹനത്തിന് 16,72 മാനുവലിന്, അതായത് 1 ലിറ്റർ ടർബോ മാനുവൽ വേരിയൻറ്റിന് 16,72. പിന്നെ ഈ 1.3 ടർബോ മാനുവൽ വേരിയൻറ്റിന് 18,30. ഇതിൻ്റെ DCT ഓട്ടോമാറ്റിക്കിന് 20,45 പ്രൈസ് വരുന്നത്. അതായത് ഈ ഒരു പ്രൈസ് ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഓട്ടോമാറ്റിക് വാങ്ങുന്ന പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ കണക്റ്റഡ് മാനുവൽ വേരിയൻറ്റ് വാങ്ങാനായിട്ട് പറ്റും. പക്ഷേ ഇത്തരം വലിപ്പമുള്ള വലിയൊരു വാഹനം ഇന്നത്തെ ട്രാഫിക് കണ്ടീഷനിൽ ഓട്ടോമാറ്റിക് ആയിരിക്കും നല്ലത്. ഞാൻ എടുക്കുകയാണെങ്കിൽ, ഞാൻ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഓട്ടോമാറ്റിക്കാണ് സജസ്റ്റ് ചെയ്യാറ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കും മാനുവലും തമ്മിൽ വലിയ മൈലേജിൻ്റെ ഡിഫറൻസ് ഒന്നുമില്ല. ഓടിക്കാനുള്ള ഒരു കൺവീനിയൻസും എല്ലാം നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഇതാണ് അന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിസാൻ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ടെക്ടോൺ എന്നല്ല, നിസാൻ്റെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഓണം ഓഫറൊക്കെ വരുന്നുണ്ട്. നിസാൻ്റെ ഗ്രാവൈറ്റിനും നമ്മുടെ മാഗ്നറ്റിനൊക്കെ ഓഫർ കാര്യങ്ങൾ വരും. അപ്പോൾ ഓഫർ വരുമ്പോൾ ഓഫർ വീഡിയോ നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.